ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നല്ലൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. രാവിലെ തന്നെ ഞാൻ പാലൊക്കെ കാച്ചി വെച്ചു. ഇഡ്ഡലി ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ചൂട് ഫ്രഷ് ഇഡ്ഡലി കണ്ടോ. ഇത് വന്നിട്ട് ഉള്ളിയും പിന്നെ മുളകൊക്കെ ഇട്ട് അരച്ച ഒരു മുളക് ചമ്മന്തിയാണ്. ട്രിവാൻഡ്രംകാർക്ക് അറിയാം, നമ്മൾ തട്ടുകടയിലൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് മുളക് ചമ്മന്തി തരും. അതാണ് ഞാൻ സിമ്പിളായിട്ട് ഇന്ന് ഉണ്ടാക്കിയത്. കാണുമ്പോഴത്തേക്കും തക്കാളി ചട്നി ടൊമാറ്റോ ആയിട്ടൊക്കെ തോന്നും, പക്ഷേ ടൊമാറ്റോ ചട്നി അല്ല. പിന്നെ ഇന്ന് സ്നാക്സിന് ഞാൻ റോസ്റ്റേഡ് പീനട്ട്സും ആപ്പിളും ആണ് ഞാൻ ഇന്ന് കൊടുത്തു വിട്ടത് അവൾക്ക് സ്നാക്സിന്. ആപ്പിൾ പിന്നെ ഞാൻ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് കൊടുത്തു വിട്ടത്. ചെറിയ പീസസ് ആയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൾ കഴിക്കും. വെള്ളവും അങ്ങനെ റെഡിയാക്കി വെച്ചു. ഇന്ന് ഫുൾ ഡേ സ്കൂളാണ്, അപ്പം ഹാഫ് ഡേ അല്ല, ഫുൾ ഡേ സ്കൂളാണ്. സോ ഇനി ലഞ്ചും കൂടെ ഒന്ന് പാക്ക് ചെയ്യണം. അപ്പം ഇത് ലഞ്ച് ഇഡ്ഡലി ഇത് റെഡി ആയിട്ടുണ്ട്, പക്ഷെ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചൂടോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഈസിലി തന്നെ എടുത്ത് വയ്ക്കാം. സ്പൂണൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. മുളക് ചമ്മന്തി തന്നെയാണ് അവൾക്കും കൊടുക്കുന്നത്. ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഭയങ്കര എരിവായിട്ട് ഒക്കെ തോന്നും, പക്ഷേ എരിവൊന്നുമല്ല. മോൾക്കും നന്നായിട്ട് തന്നെ അവൾ കഴിക്കാറുണ്ട്. അവളുടെ പാത്രം ഒക്കെ ഞാനത് കഴുകി ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചു. ഇതാ ഇഡ്ഡലിയൊക്കെ ഒന്നും ഒട്ടാതെ തന്നെ ക്ലീനായിട്ട് വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് അവൾക്ക് ബട്ടർ ഇഡ്ഡലിയാണ് കൊടുത്തു വിട്ടത്. പേര് കേൾക്കുമ്പോൾ വേറെ എന്തോ വലിയ സാധനങ്ങളായിട്ടൊക്കെ തോന്നും, പക്ഷെ വേറെ ഒന്നുമല്ല. കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് ഞാൻ ഒന്ന് അതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ബട്ടർ ഇഡ്ഡലി, നോർമൽ ഇഡ്ഡലിയെ ഞാൻ കുറച്ചൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ ഇഡ്ഡലി ആക്കി. എന്നിട്ട് നമ്മളുടെ മുളക് ചമ്മന്തി തന്നെയാണ് ഞാൻ കൊടുത്തു വിട്ടത്. നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനുമാണ്, ഹെൽത്തിയും തന്നെയാണ്. പിന്നെ അവൾക്ക് അങ്ങനെ ലഞ്ച് പാക്ക് ചെയ്തു, സ്നാക്സ് പാക്ക് ചെയ്തു, വെള്ളം ഒക്കെ എടുത്ത് വെച്ചു. അങ്ങനെ അവളുടെ സ്കൂളിലേക്കുള്ള ഐറ്റംസൊക്കെ ഞാൻ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു. പിന്നെ അവൾ ഇറങ്ങിയതിന് ശേഷം 1 hour കഴിഞ്ഞാണ് ചേട്ടൻ ഇറങ്ങേണ്ടത്. അപ്പോൾ ചേട്ടനും ഞാൻ ഇത് തന്നെയാണ് ഇന്ന് കൊടുത്തത്. അപ്പോൾ ചേട്ടന് പ്ലേറ്റ് ഇതാ റെഡിയാക്കി വെച്ചു. അഗൈൻ ദ ചൂട് ഇഡ്ഡലി എടുക്കുന്നു. ചൂട് ഇഡ്ഡലി ഞാൻ അങ്ങനെ ആ ലിഡ് അങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. മുളക് ചമ്മന്തിയും ഇഡ്ഡലിയും തന്നെയാണ് ചേട്ടന് കൊടുത്തത്. ചേട്ടന് ഞാൻ ആക്ച്വലി ഇന്ന് ബട്ടർ ഇഡ്ഡലി തന്നെയാണ് ആക്കി കൊടുത്തത്. കഴിച്ചു, നന്നായിട്ട് തന്നെ കഴിച്ചു. നല്ല സോഫ്റ്റ് പൂ പോലത്തെ ഇഡ്ഡലിയായിരുന്നു. മുളക് ചമ്മന്തിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എരിവ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, പക്ഷേ എരിവുണ്ട്, നല്ല പുളിപ്പുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ചേട്ടൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ചേട്ടൻ ഓഫീസ് സമയമായപ്പോഴത്തേക്കും ഇറങ്ങി. പിന്നെ ലഞ്ചിന് ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരുന്നതിന് ശേഷമാണ് ലഞ്ചിന് ഇത് അരിയൊക്കെ വാർത്തു. ആ ചൂടാറ പെട്ടിയിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. അപ്പം ഉച്ചയ്ക്കും ചേട്ടന് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ചൂടോടെ തന്നെ ഇരിക്കും. പിന്നെ കറിക്ക് വന്നിട്ട് ഞാനൊരു മത്തങ്ങ, കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് ഇത്. ആക്ച്വലി നിങ്ങൾക്കിതിൽ പീസസ് ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ പീസസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എടുത്ത് മാറ്റി ആ ഒരു സൂപ്പ് മാത്രമാക്കി അങ്ങനെ കഴിക്കും. വെജിറ്റബിൾസ് ഒന്നും കഴിക്കത്തില്ല. ഇത് വാഴയ്ക്ക വിഴുക്കുവരട്ടി അല്ലെങ്കിൽ ഉപ്പേരിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അടച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ വെജിറ്റബിളിൻ്റെ കറി എന്തെങ്കിലും ഞാൻ വെക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഞാനത് സ്മാഷ് ചെയ്ത് തന്നെ ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മത്തങ്ങ കറിയിലൊന്നും കാണാത്തത്. പിന്നെ ഇത് പപ്പടം കുറച്ച് ദിവസമായി പപ്പടം വറുത്തിട്ട്. അപ്പോൾ എന്തായാലും ഒരു ചില്ലി പപ്പടം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കുറച്ച് എണ്ണ എടുത്തൊന്ന് ചൂടാക്കി വെച്ചു. എന്നിട്ട് ഇതാണ് ആ ചില്ലി പപ്പടം, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. സോ അതൊന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ആ ചില്ലി പപ്പടം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്ക് ഈസിലി തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് അഗൈൻ പിന്നെയും ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്, അഗൈൻ ആ ഒരു വീഡിയോ വന്നതാണ്. ഞാൻ അരി വാർത്ത് വെച്ചത് പിന്നെ ചൂടാറപ്പെട്ടിയിൽ തന്നെ ഞാൻ വെക്കുന്നു. ചൂടോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെക്കുന്നത്. ഒന്നൊന്ന് പപ്പടമല്ല, ഞാൻ ഒരു ഹാൻഡ്ഫുൾ ഓഫ് പപ്പടം ഞാൻ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ലൊരു ലിഡുള്ള പാത്രത്തിൽ ഞാനിതാ അടച്ച് വെക്കുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ഞാൻ ചേട്ടനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ 12:45 ആയിട്ടേ ഉള്ളൂ. 1:30 ചിലപ്പോൾ 2 ആവും വരുമ്പോഴത്തേക്ക്. അങ്ങനെ ചേട്ടൻ വന്ന് ഉച്ചയ്ക്ക് ഉണ്ണുന്നു. എന്തായാലും അപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.